Good morning to all. Welcome to our accountancy class. In the previous class, we discussed about trial balance and how to prepare trial balance. In this class, we are going to discuss about errors and rectification of errors. What is error? നമുക്ക് എല്ലാവർക്കും അറിയില്ലേ എറർ എന്താണ് എറർ മിസ്റ്റേക്ക് അതുതന്നെയാണ് നമുക്ക് പഠിക്കാനുള്ള എറർ അതായത് ഒരു ബിസിനസ് സ്ഥാപനം അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ സംഭവിക്കുന്ന മിസ്റ്റേക്കിനെ കുറിച്ചാണ് നമുക്ക് ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. മെയിൻലി ദർ ആർ 4 types of errors. Errors are mainly classified into 4. They are error of omission, error of commission, compensating errors and error of principles. Errors means unintentional omission or commission of amount in the process of recording the transaction are known as errors. അതായത് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ബിസിനസ്സിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന തെറ്റുകളെ പറയുന്ന പേരാണ് എറേഴ്സ്. എറേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4. ദേ ആർ എറർ ഓഫ് ഒമിഷൻ, second one error of commission, third one compensating errors, fourth one error of principles. First one error of omission. When transaction is completely or partially omitted to be recorded in the books of account, it is called an error of omission. അതായത് ഒരു ട്രാൻസാക്ഷൻ മുഴുവനായോ അല്ലെങ്കിൽ ഭാഗികമായോ എഴുതാൻ വിട്ടുപോയാൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് എറർ ഓഫ് ഒമിഷൻ. ദെൻ ഇഫ് ദ ട്രാൻസാക്ഷൻ ഈസ് ഒമിറ്റഡ് ടു ബി റെക്കോർഡഡ് ഇൻ ദി സബ്സിഡറി ബുക്ക് ഓർ ഇറ്റ്സ് പോസ്റ്റിംഗ് ഈസ് കംപ്ലീറ്റ്ലി ഒമിറ്റഡ്, ഇറ്റ് ഈസ് കോൾഡ് ആൻ എറർ ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ. അതായത് ഒരു ട്രാൻസാക്ഷൻ മുഴുവനായും എഴുതാൻ വിട്ടുപോയാൽ അതിനെ പറയുന്ന പേരാണ് കംപ്ലീറ്റ് ഒമിഷൻ. ഹൗവർ ദ പോസ്റ്റിംഗ് ഈസ് ഡൺ ഇൻ വൺ അക്കൗണ്ട് ബട്ട് ഒമിറ്റഡ് ടു ബി ഡൺ ഇൻ ദി അതർ, ഇറ്റ് ഈസ് കോൾഡ് എറർ ഓഫ് പാർഷ്യൽ ഒമിഷൻ. അതായത് ഒരു ട്രാൻസാക്ഷൻ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ വരികയും അതിനോട് ബന്ധപ്പെട്ട അക്കൗണ്ടിൽ എഴുതാൻ വിട്ടുപോവുകയും ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് പാർഷ്യൽ ഒമിഷൻ. ഇനി നമുക്ക് നോക്കാം കംപ്ലീറ്റ് ഒമിഷൻ്റെയും പാർഷ്യൽ ഒമിഷൻ്റെയും എക്സാമ്പിളുകൾ. കംപ്ലീറ്റ് ഒമിഷൻ്റെ എക്സാമ്പിളാണ് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം മിസ്റ്റർ രാം ഈസ് നോട്ട് റെക്കോർഡഡ് ഇൻ പർച്ചേസ് ബുക്സ്. അതായത് മിസ്റ്റർ രാം എന്ന ആളിൽ നിന്ന് ഗുഡ്സ് വാങ്ങിച്ചത് പർച്ചേസ് ബുക്കിൽ എഴുതാൻ പൂർണ്ണമായും വിട്ടുപോയി. അതുകൊണ്ട് ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് കംപ്ലീറ്റ് ഒമിഷൻ. നെക്സ്റ്റ് വൺ സോൾഡ് ഗുഡ്സ് ടു മിസ്റ്റർ മനു ഈസ് നോട്ട് റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതായത് മിസ്റ്റർ മനു എന്ന ആൾക്ക് ഗുഡ്സ് വിറ്റു, എന്നാൽ ഇത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതിനെ പറയുന്ന പേരാണ് കംപ്ലീറ്റ് ഒമിഷൻ. നെക്സ്റ്റ് വൺ ക്യാഷ് ടേക്കൺ ഫോർ ഡൊമസ്റ്റിക് യൂസ് ഈസ് ഒമിറ്റഡ് ടു റെക്കോർഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതായത് ബിസിനസ്സിന് ക്യാഷ് ഓണർ അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്ത് അത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതിനെ പറയുന്ന പേരാണ് കംപ്ലീറ്റ് ഒമിഷൻ. ദെൻ നെക്സ്റ്റ് പാർഷ്യൽ ഒമിഷൻ. പാർഷ്യൽ ഒമിഷൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം മിസ്റ്റർ കിരൺ ഈസ് റെക്കോർഡഡ് ഇൻ ദി പർച്ചേസ് ജേണൽ ബട്ട് ഈസ് ഒമിറ്റഡ് ടു ബി പോസ്റ്റഡ് ഇൻ മിസ്റ്റർ കിരൺസ് അക്കൗണ്ട്. അതായത് മിസ്റ്റർ കിരൺ എന്ന ആളിൽ നിന്ന് ഗുഡ്സ് വാങ്ങി ഇത് പർച്ചേസ് ബുക്കിൽ എഴുതി, പക്ഷേ കിരൺ എന്ന ആളിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എഴുതിയില്ല. ഇതിനെ പറയുന്ന പേരാണ് പാർഷ്യൽ ഒമിഷൻ. അതായത് പർച്ചേസ് ബുക്കിൽ രേഖപ്പെടുത്തുകയും ചെയ്തു, കിരണിൻ്റെ അക്കൗണ്ടിൽ രേഖപ്പെടുത്താതിരിക്കുകയും ചെയ്തു. അതിനെ പറയുന്ന പേരാണ് പാർഷ്യൽ ഒമിഷൻ. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ ഗുഡ്സ് സോൾഡ് ടു മിസ്റ്റർ സുനിൽ റുപ്പീസ് 8,200 ഈസ് റെക്കോർഡഡ് ഇൻ ദി സെയിൽസ് ബുക്ക് അറ്റ് റുപ്പീസ് 2,800. ഇനി അടുത്ത എക്സാമ്പിളിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, സുനിൽ എന്ന ആൾക്ക് 8,200 രൂപയുടെ ഗുഡ്സ് കടമായി വിൽപ്പന നടത്തി, പക്ഷേ ഇത് സെയിൽസ് ബുക്കിൽ 2,800 എന്നാണ് രേഖപ്പെടുത്തിയത്. അതായത് 8,200 രൂപയുടെ
ഗുഡ്സ് വിറ്റതിന് പകരം അത് മാറിയിട്ട് എങ്ങനെയാണ് രേഖപ്പെടുത്തിയത്? 2800. അതായത് യഥാർത്ഥത്തിൽ രേഖപ്പെടുത്തേണ്ട എമൗണ്ടിനേക്കാളും കുറച്ച് എമൗണ്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന് പറയുന്ന പേരാണ് പാർഷ്യൽ ഒമിഷൻ. മുഴുവനും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഇതിന് പാർഷ്യൽ ഒമിഷൻ എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, എറർ ഓഫ് കമ്മീഷൻ. വെൻ ആൻ എറർ ഈസ് കമ്മിറ്റഡ് in recording the transaction in the subsidiary book with a wrong amount or is committed in posting to a wrong account or to wrong side of an account, it is called error of commission. അതായത് ഒരു ട്രാൻസാക്ഷൻ അക്കൗണ്ട് ബുക്കിൽ എഴുതി വെക്കുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകൾ ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബാലൻസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകളെ പറയുന്ന പേരാണ് എറർ ഓഫ് കമ്മീഷൻ. നമ്മളെന്താണ് ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടതിന് പകരം ക്രെഡിറ്റ് സൈഡിൽ മാറ്റി എഴുതുക. അതുപോലെ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന മിസ്റ്റേക്ക്, ഇതിനെ പറയുന്ന പേരാണ് എറർ ഓഫ് കമ്മീഷൻ. നോക്കാം നമുക്ക് എറർ ഓഫ് കമ്മീഷൻ്റെ എക്സാമ്പിൾ. ഫസ്റ്റ് വൺ, ക്രെഡിറ്റ് സെയിൽ ₹250 to Mr. Raghu has been wrongly posted in purchase book Mr. Raghu. അതായത് മിസ്റ്റർ രഘുവിന് ഗുഡ്സ് വിറ്റത് 250 രൂപയുടെ ഗുഡ്സ് വിറ്റു, കടമായിട്ട് വിറ്റു. പക്ഷേ അത് രേഖപ്പെടുത്തിയതിൽ മിസ്റ്റർ രഘുവിൻ്റെ പർച്ചേസ് ബുക്കിലാണ്. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ, ₹100 ഈസ് റിസീവ്ഡ് ഫ്രം മിസ്റ്റർ ബിനു ഹാസ് ബീൻ ക്രെഡിറ്റഡ് ടു മിസ്റ്റർ വിനോദ്. മിസ്റ്റർ ബിനു എന്ന ആളിൽ നിന്നും 1000 രൂപ ബിസിനസ്സിന് ലഭിച്ചു. പക്ഷേ അത് മിസ്റ്റർ വിനോദിൻ്റെ അക്കൗണ്ടിലാണ് തെറ്റായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ, പർച്ചേസ് ബുക്ക് വാസ് ഓവർകാസ്റ്റ് ₹750. പർച്ചേസ് ബുക്കിൽ 750 രൂപ അധികമായിട്ട് ഉള്ളതിനേക്കാൾ കൂട്ടിയിട്ടു. അതിനെ പറയുന്ന പേരാണ് ഓവർകാസ്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ എക്സാമ്പിൾ, സെയിൽ ഓഫ് ബുക്ക് വാസ് അണ്ടർകാസ്റ്റ് ₹600. ഇനി സെയിൽസ് ബുക്കിൽ 600 യഥാർത്ഥത്തിലുള്ളതിനേക്കാളും കുറച്ച് രേഖപ്പെടുത്തി, അതാണ് അണ്ടർകാസ്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. കോമ്പൻസേറ്റിംഗ് എറേഴ്സ് refers to such a group of errors wherein the effect of one error is compensated by the effect of another error. കോമ്പൻസേറ്റിംഗ് എന്താണ്? കോമ്പൻസേറ്റ് ചെയ്യാം, നമുക്കൊക്കെ അറിയാമല്ലേ. കോമ്പൻസേറ്റ് ചെയ്യുന്നതും എന്താണ്? പകരം മാറ്റി എഴുതുക. അതായത് ഒരു തെറ്റിനെ വേറൊരു തെറ്റുകൊണ്ട് നമുക്ക് തിരുത്താൻ പറ്റിയാൽ അതിനെ പറയുന്ന പേരാണ് കോമ്പൻസേറ്റിംഗ് എറർ. അതായത് ഒരു എറർ മറ്റൊരു എററിൻ്റെ പ്രവർത്തനം കൊണ്ട് പരിഹരിക്കപ്പെടുന്നതിനെ പറയുന്ന പേരാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ഫോർ എക്സാമ്പിൾ, while posting an entry of ₹250 to the debits of Mr. Raju's personal account, we wrongly wrote ₹450. Then while posting an entry of ₹550 to the debit side of some other account, we wrote ₹350. The first error will be result in higher debit of ₹200, where the second error will be the lower debit of ₹200. Thus the effect of the first error is compensated by the effect of the second error. അതായത് മിസ്റ്റർ രാജു എന്ന ആളുടെ പേഴ്സണൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടിയിരുന്നത് 250 രൂപയാണ്. അതിന് പകരം നമ്മൾ എത്ര എഴുതി? 450 എന്ന് എഴുതി. അതേസമയം വേറൊരു അക്കൗണ്ടിൽ ചെയ്യേണ്ടിയിരുന്ന 550 പകരം 350 എന്ന് ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ഒന്നാമത്തെ 250ൻ്റെ ഷോർട്ടേജ്, ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്ത 250ൻ്റെ കൂടിയ ഡെബിറ്റിനെ രണ്ടാമത് നമ്മൾ 200 രൂപയുടെ കുറഞ്ഞ ഡെബിറ്റ് എന്നതുകൊണ്ട് ഇല്ലാതായി. അതായത് ആദ്യം നമ്മൾ എത്ര കൂട്ടി എഴുതി? 200 രൂപ കൂട്ടി എഴുതി അല്ലേ? ആ 200 പിന്നീട് നമ്മൾ എത്രയാണ് കുറച്ച് എഴുതിയത്? 200 രൂപ കുറച്ച് എഴുതി. അപ്പോൾ ഈ 200 എവിടെ ഓവർകം ചെയ്തു? രണ്ടാമത് എഴുതിയ 200 ആയിട്ട് ഓവർകം ചെയ്തു. ഇതിനെ പറയുന്ന പേരാണ് കോമ്പൻസേറ്റിംഗ് എറർ. അനദർ എക്സാമ്പിൾ, എ പേയ്മെൻറ്റ് ഓഫ് ₹500 for salary has been omitted to enter in the debit side of salary account, and at the same time another account, say furniture account, is over debited with ₹500. The shortage in salary account
ഈസ് ദസ് കോമ്പൻസേറ്റഡ് ബൈ എക്സസ് ഇൻ ഫർണിച്ചർ അക്കൗണ്ട്. അതായത് ബിസിനസ് സാലറി കൊടുത്തത് 500 രൂപയുടെ സാലറി അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാൻ വിട്ടുപോയി. അതായത് അവർ എന്താണ് 500 രൂപ സാലറി അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ല, ഡെബിറ്റ് ചെയ്തില്ല. അതേസമയം തന്നെ വേറൊരു അക്കൗണ്ടായ ഫർണിച്ചർ അക്കൗണ്ടിൽ 500 രൂപ അധികം ഡെബിറ്റ് ചെയ്ത്, ഫർണിച്ചറിൻ്റെ അക്കൗണ്ടിൽ 500 രൂപ അധികം അക്കൗണ്ട് ചെയ്തു. ആ സമയം സാലറി അക്കൗണ്ടിലുണ്ടായ കുറവ് ഫർണിച്ചർ അക്കൗണ്ടിൽ അധികമായി എഴുതിയത് കാരണം പരിഹരിച്ചു അല്ലേ. അവിടെ അത് ഓവർകം ചെയ്തില്ലേ. സാലറിയിൽ നമ്മൾ 500 രൂപ എഴുതാൻ വിട്ടുപോയി, പക്ഷേ ഈ 500 നമ്മൾ എവിടെ എഴുതിയിട്ടുണ്ട്, ഫർണിച്ചറിൽ 500 രൂപ കൂട്ടി എഴുതി. ഈ മിസ്റ്റേക്കിന് എവിടെ കോമ്പൻസേറ്റ് ചെയ്തു, സാലറിയിൽ 500 രൂപ ഷോർട്ടേജ് ഫർണിച്ചർ അക്കൗണ്ട് ഓവർകം ചെയ്തു. ഇതിനെ പറയുന്ന പേരാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ദെൻ ലാസ്റ്റ് വൺ, എറർ ഓഫ് പ്രിൻസിപ്പിൾ. If the accounting principles are violated in recording transaction, it is known as error of principles. അതായത് അക്കൗണ്ടിങ് തത്വങ്ങൾ ലംഘിച്ചുകൊണ്ട് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകളാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാതെ റെക്കോർഡ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ. ഫോർ എക്സാമ്പിൾ, എ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഫർണിച്ചർ റെക്കോർഡഡ് ഇൻ ദി പർച്ചേസ് ബുക്ക് ഇൻസ്റ്റെഡ് ഓഫ് ജേണൽ പ്രോപ്പർ. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ, ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സൊക്കെ റെക്കോർഡ് ചെയ്യേണ്ടത് എവിടെയാണ്, ജേണൽ പ്രോപ്പറിലാണ്. അതിന് പകരം എവിടെ റെക്കോർഡ് ചെയ്തു, പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വൺ, റിപ്പയർ ഓഫ് മിഷനറി ₹500 ഡെബിറ്റഡ് ടു മിഷനറി അക്കൗണ്ട് ഇൻസ്റ്റെഡ് ഓഫ് റിപ്പയർ അക്കൗണ്ട്. ഇനി റിപ്പയർ ഓഫ് മിഷനറി റിപ്പയർ ചെയ്യുമ്പോൾ നമ്മളവിടെ സ്വാഭാവികമായിട്ട് ഒരു റിപ്പയർ അക്കൗണ്ട് റിപ്പയർ ചെയ്യാറുണ്ട്. അതിന് പകരം ഏതിൽ റെക്കോർഡ് ചെയ്തു, മിഷനറി അക്കൗണ്ട് റെക്കോർഡ് ചെയ്തു. അതിനെ പറയുന്ന പേരാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ, സാലറി പെയ്ഡ് ടു മിസ്റ്റർ വരുണിന് സാലറി കൊടുത്ത് റെക്കോർഡഡ് ഇൻ ദി ക്യാഷ് ബുക്ക് ആസ് എ പേയ്മെൻറ്റ് ടു മിസ്റ്റർ വരുൺ. ദെൻ മിസ്റ്റർ വരുൺ എന്ന ആൾക്ക് സാലറി കൊടുത്തത് സാലറി അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം വരുണിൻ്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു. സാലറി അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടതിന് പകരം എവിടെ ഡെബിറ്റ് ചെയ്തു, വരുണിൻ്റെ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തു. ഇതിനെ പറയുന്ന പേരാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾസ്.